ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രഭാതത്തിൽ നിന്നെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ കേട്ടവർ ചോദിക്കുന്നുണ്ട്, ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈശോ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 29-ാം തിരുവചനം. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. നീ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് അയച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ഒരു ആശയം ഉള്ളിൽ നിറയ്ക്കുന്നതല്ല. വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ്. അത് പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതാണ്. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നത് അത് മറ്റുള്ളവർക്കാണ്. നിന്നെ കാണുമ്പോൾ അവർ പറയും, ഓ, ആ വ്യക്തിക്ക് ക്രിസ്തു ഭയങ്കര വിശ്വാസം, ആ വ്യക്തിയുടെ ചൈതന്യം, ആ വ്യക്തിയുടെ ഗ്രേസ്, ആ വ്യക്തിയുടെ ഇടപെടൽ, സത്യമായിട്ട് അവന് ക്രിസ്തുവുണ്ട്. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൽ അത് പ്രകടനമാക്കണം. മറ്റുള്ളവർ അത് കണ്ടിട്ട് പ്രഖ്യാപിക്കണം. ആദിമ ക്രൈസ്തവരെ കുറിച്ച് ആ ഒരു അഭിപ്രായം ഉണ്ടായത്. അവരെ കണ്ടിട്ട് ആളുകൾ പറഞ്ഞു, ഈ ഒരു സമൂഹം എന്ത് പ്രത്യേകതയാണ്. അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ച് അപ്പം മുറിക്കുന്നു, അവരെല്ലാം പങ്കുവയ്ക്കുന്നു. അവരെ അത്ഭുതപ്പെടുത്തി. നിന്നിലെ ക്രിസ്തു മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തട്ടെ, അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനായിട്ട് അത് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ആഴമേറിയ വിശ്വാസം പുലർത്തുവാനായിട്ട്, ആ വിശ്വാസത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ട നന്മകളും കൃപകളും അനുഗ്രഹങ്ങളെല്ലാം ഈ നിമിഷ വ്യക്തി നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം,